പറയുന്നത് ഇസ്രയേലും ഇറാനും തമ്മിൽ രൂക്ഷമായ സംഘർഷം നടക്കുന്നതിൻ്റെ 10 ദിവസത്തെ കൂടി വെടിനിർത്തൽ നീട്ടിയെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അമേരിക്ക ഇറാനിൽ കരയുദ്ധം ആരംഭിച്ചാൽ ചെറുക്കാൻ 10 ലക്ഷം പോരാളികളെ രംഗത്തിറക്കുമെന്നാണ് ഇറാന്റെ അവകാശവാദം. പി ജെയിംസ് കൂടി നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ജെയിംസിന്റെ നാട്ടിലായപ്പോൾ നമ്മളിവിടെ വിലസുന്നത് കേട്ടോ. ഇവിടെ അലക്കി പൊളിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. ഓക്കെ, അപ്പൊ ഈ പശ്ചിമേഷ്യയൊക്കെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. ശക്തൻ മാർക്കറ്റില് നന്നായിട്ട് സ്വാധീനം. ഞാൻ തൃശ്ശൂർ ശക്തൻ മാർക്കറ്റിൽ കയറിയപ്പോൾ ബി ഓർത്തു. കാര്യം പശ്ചിമേഷ്യയിലെ യുദ്ധം ശക്തൻ മാർക്കറ്റിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ബി എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്? അമേരിക്ക എന്താ പറയുന്നത്? 10 കൊല്ലം കൂടെ സീസ് ഫയർ, 10 വർഷം കൂടെ, 10 ദിവസം കൂടെ, 10 ദിവസം സീസ് ഫയർ നീട്ടാൻ കാര്യം എന്താ? ഇവിടെ തെരഞ്ഞെടുപ്പ് യുദ്ധം നടക്കുമ്പോ ഡൊണാൾഡ് ട്രംപ് അവിടെ വെടിനിർത്തൽ 10 ദിവസത്തേക്ക് നീട്ടി എന്ന വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ വരുന്നത്. പക്ഷേ ട്രംപിന്റെ വാക്കിന് പഴഞ്ചാക്കിന്റെ വില പോലും ഇല്ലാത്ത അവസ്ഥയാണ്. കാരണം ഇസ്രായേലും ഇറാനും തമ്മിൽ വലിയ തരത്തിലുള്ള ഏറ്റുമുട്ടൽ യുദ്ധം നടക്കുകയാണ്. ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ ഇസ്രായേലിന്റെ മേൽ തീമഴ പോലെ വർഷിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ അയൺ ഡോം തടഞ്ഞിടുന്നുണ്ട്. പക്ഷെ പലയിടത്തും അത് വന്ന് വീഴുന്നുണ്ട്. പ്രത്യേകിച്ച് ടെല്ലവീവാണ് ഏറ്റവും വലിയ ലക്ഷ്യം. ഇറാനിലെ ടെഹ്റാനെ ഇസ്രായേൽ ലക്ഷ്യം വെച്ചതുപോലെ ഇസ്രായേലിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള സ്ഥലം എന്നറിയപ്പെടുന്ന ടെല്ലവീവിൽ ആണ് ഏറ്റവും വലിയ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. തിരിച്ചടിയായിട്ട് ഇറാന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊക്കെ അവര് ആക്രമണം നടത്തുന്നുണ്ട്. ഇറാന്റെ സെൻട്രൽ ഇറാൻ, അതുപോലെ തന്നെ ടെഹ്റാൻ അടക്കമുള്ള പ്രദേശങ്ങളിലാണ് വലിയ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ട്രംപ് 10 ദിവസത്തേക്ക്, അതായത് ഏപ്രിൽ 6 വരെ യുദ്ധം വീണ്ടും നീട്ടിവെച്ചിരിക്കുകയാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ആകെ ആശയക്കുഴപ്പത്തിലാണ്. യുദ്ധം ചെയ്യണോ വേണ്ടയോ? കരയുദ്ധം നടത്തുമെന്ന് പറയുന്നു. കരയുദ്ധത്തിന് വേണ്ടി 5000 നാവികസേനാംഗങ്ങളെ കൂടുതലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് വാർത്തയുള്ളത്. ഒപ്പം തന്നെ പാകിസ്ഥാനിലേക്ക് മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ ഇറാന്റെ അതിർത്തിയിൽ മറീൻസിനെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും അമേരിക്കയുടെ 3ാമത്തെ വിമാനവാഹിനി യുദ്ധക്കപ്പൽ USS ട്രിപ്പോളി അത് ഇറാന്റെ തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന വാർത്ത കൂടി മണിക്കൂറുകളിൽ വരുന്നുണ്ട് SKN. പക്ഷേ അവരുടെ ഒരു കപ്പൽ, ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായിട്ടുള്ള USS ജെറാൾഡ് ഫോർഡ്, അത് ഗ്രീക്ക് തീരത്ത് ക്രീക്കിൽ കേടുപാട് പറ്റി ഇതിലാണ്. ഇറാൻ പറയുന്നത് ഞങ്ങൾ ആക്രമിച്ചിട്ടാണെന്ന് പറയുന്നു. അമേരിക്ക പറയുന്നു അവിടെ തീപിടുത്തം ഉണ്ടായതാണെന്ന് പറയുന്നു. എന്തായാലും കപ്പല് അവിടുന്ന് യുദ്ധമുഖത്ത് നിന്ന് മുന്നോട്ട് പോയി. അബ്രഹാം ലിങ്കൻ എന്ന കപ്പലിന് കേടുപാട് പറ്റിയെന്ന് ഇറാൻ പറയുമ്പോൾ ഇല്ലെന്ന് അമേരിക്ക പറയുന്നു. എന്തായാലും കാര്യങ്ങൾ അത്യാവശ്യം കൺഫ്യൂസ്ഡ് ആണ്. 50,000 സേനയാണ് അമേരിക്കയ്ക്കുള്ളത്. 10 ലക്ഷം പേരെ രംഗത്തിറക്കുമെന്നാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത്. ഞങ്ങൾക്കെതിരെ കരയുദ്ധം ആരംഭിച്ചാൽ 10 ലക്ഷം പോരാളികൾ അമേരിക്കയ്ക്കെതിരെ യുദ്ധരംഗത്ത് ഇറങ്ങും. അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിലുള്ള യുദ്ധമായിരിക്കും അതെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അതിനിടയിൽ ഒരു വാർത്ത വന്നിരിക്കുന്നത് SKN ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗാച്ചിയെയും അവിടുത്തെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഖാലി ബാഫിനെയും ഹിറ്റ് ലിസ്റ്റിൽ നിന്ന് തൽക്കാലം ഒഴിവാക്കിയതായിട്ട് ഇസ്രായേൽ പറയുന്നു. എന്ന് വെച്ചാൽ അവരെ കൊല്ലാൻ പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ അമേരിക്ക പറഞ്ഞതനുസരിച്ച് പിൻവാങ്ങി. പാകിസ്ഥാനാണ് അവർ രണ്ടുപേരും കൂടി പോയാൽ ചർച്ചയ്ക്ക് ആളില്ലാത്ത അവസ്ഥയാവുമെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഹിറ്റ് ലിസ്റ്റിൽ നിന്ന് തൽക്കാലം മാറ്റിയെന്നാണ് വാർത്ത വരുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെ മുഴുവൻ വധിക്കാനാണ് ഇസ്രായേൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത് SKN. അതിനിടയിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടക്കുന്നുണ്ട്. യുദ്ധത്തിൻ്റെ തീവ്രതയിൽ കുറവൊന്നുമില്ല. പക്ഷെ അമേരിക്ക തൽക്കാലം മാറി നിൽക്കുകയാണ് എന്നുള്ളതാണ് വാർത്ത SKN. പി ജെയിംസ്, ഒരു കാര്യം കൂടി, ഇറാനെതിരെ കരയുദ്ധം തുടങ്ങിയാൽ ചെങ്കടലിന്റെ കവാടമായ ബാബ മാൻഡലേബിൻ കപ്പലുകൾ ആക്രമിക്കുമെന്ന് ഹൂത്തികളുടെ ഒരു ഭീഷണി വന്നിട്ടുണ്ടല്ലോ. ഹൂത്തികൾ കൂടി യുദ്ധമുഖത്തേക്ക് കയറുന്നതിന്റെ സൂചനയാണോ ഇത്? എന്തൊക്കെയാണ് വിവരം? SKN യമനിലെ ഹൂതികൾ ഇറാന്റെ പ്രോക്സി ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഹെസ്ബുള്ള ലെബനോനിലും ഹൂതികൾ യമനിലും അതുപോലെ തന്നെ ഹമാസ് ഗസയിലും, ഇത് 3ഉം ഇറാന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള സന്നദ്ധ സംഘടനകളും ഇതായിട്ടാണ് അറിയപ്പെടുന്നത്, പ്രോക്സികളായിട്ടാണ് അറിയപ്പെടുന്നത്. യമനിലെ ഹൂതികൾ ഇതുവരെ ഗസ യുദ്ധം കഴിഞ്ഞതിന് ശേഷം മുന്നോട്ട് ഇറങ്ങിയിട്ടില്ല. പക്ഷെ അവര് ചെങ്കടലിൽ കൂടി കപ്പലുകളെ ആക്രമിക്കുമെന്ന് പറയുന്നതോടെ, പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതാണ് ചെങ്കടലിന്റെ കവാടമാണ് സൂയസ് കനാലിലേക്കുള്ള ഈ ബാബ മാൻഡലീബ് എന്ന് പറയുന്നത്. അതിന് തടയിടുമെന്ന് പറഞ്ഞാൽ, എന്ന് മാത്രമല്ല കഴിഞ്ഞ തവണ 200 കപ്പലുകളാണ് അവർ ആക്രമിച്ചത്. അതിൽ 3 കപ്പലുകൾ അവർ മുക്കിക്കളഞ്ഞു. ഈ ഹൂതികൾ അത്യാവശ്യം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ വളരെ ബഹുമിടുക്കരായിട്ട് അറിയപ്പെടുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് ഹോർമോസ് കടലെടുക്ക് തടഞ്ഞിട്ടിരിക്കുന്നു. ലോകത്തിലെ ഗതാഗതം മുഴുവൻ, നാവിക ഗതാഗതം മുഴുവൻ തടയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന ഇതിലാണ് ഇതുള്ളത്. ഒപ്പം തന്നെ SKN ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ
വല്ലാത്ത വാശിയിൽ തന്നെ നിൽക്കുകയാണ്. ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നു. സൗദിയിലേക്ക്, UAE-യിലേക്ക്, ഖത്തറിലേക്ക്, കുവൈറ്റിലേക്കൊക്കെ ആ ആക്രമണത്തിൽ മാറ്റമുണ്ടായിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ആകെ ഇന്ത്യക്കും ചൈനയ്ക്കും പാകിസ്ഥാനൊക്കെ ചെറിയ അതുണ്ട്. കാരണം ഹോർമോസ് കടലിടുക്കിലൂടെ നമ്മുടെ കപ്പലുകൾ കടത്തിവിടുന്നു. നമ്മുടെ LPG പ്രകൃതിവാതകത്തിൻ്റെ കപ്പലുകൾ 2 എണ്ണം അടുത്ത ദിവസങ്ങളിൽ എത്തുന്നുണ്ട്. ഇറാൻ നമുക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റ് രാജ്യങ്ങളൊക്കെ നൂറുകണക്കിന് കപ്പലുകൾ ഹോർമോസ് കടലിടുക്കിൽ കടക്കുകയാണ്. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.